ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ, വെയിറ്റ് ലോസിന് വേണ്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കും, എക്സസൈസ് എടുക്കും, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. 10 കിലോ 15 കിലോ ഒക്കെ കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ സന്തോഷമാവും, ഉത്സവമാവും, ആഘോഷമാവും. പിന്നെ ഡയറ്റും ഇല്ല, ഒരു പരിപാടിയില്ല. ഈ കുറഞ്ഞ സാധനം അതിന്റെ ഇരട്ടിക്ക് തിരിച്ചു കൂടുകയും ചെയ്യും. അപ്പൊ വായും പിടിച്ചിരിക്കുകയും ചെയ്യും. ഇനി മദ്യപാനം നിർത്തുന്നവരുണ്ട്. മദ്യപാനം ഇതുപോലെ തന്നെ നിർത്തി ഭയങ്കര ഒരു തുള്ളി പോലും കഴിക്കാതെ പോകുന്നു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ ആദ്യം കഴിച്ചതിനേക്കാളും കൂടുതൽ മദ്യപാനിയായിട്ട് മാറുന്നു. ഇന്ന് വചനത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുകയും ചെയ്തു എന്നുള്ളത്. അത് നന്നായതിനേക്കാളും കൂടുതൽ മോശമായി പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ. എന്തുകൊണ്ടായിരിക്കും അറിയാമോ? അതായത് ഈ നന്നാവാൻ എടുത്ത ഒരു ജാഗ്രതയുണ്ടല്ലോ, ആ ജാഗ്രത അവർ കൈവിട്ട് കളയും. അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ വേറെ ഒരു പരിപാടിയില്ല. ജീവിത ശൈലിയാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ നന്നാവാൻ, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ഉദ്ദേശിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ദുശ്ശീലങ്ങൾ മാറ്റാൻ നോക്കുമ്പോഴും, നമ്മുടെ വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോഴും, അത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുത്താൽ പിന്നെ പ്രാർത്ഥനയില്ല, പിന്നെ പഴയ പരിത്യാഗവും ഇല്ല, പഴയ ആ ഭക്തി ജീവിതവും ഇല്ല. ഇത് നഷ്ടപ്പെടുത്തി കളയും. ഞാൻ എന്റെ ലക്ഷ്യം എടുത്തി, ഇനി കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. അതല്ല, ജീവിത ശൈലിയാണ്. ഈശോ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റും. ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്തങ്ങിയെന്ന ആഭരണമല്ല അവനത്. അതുപോലെ തന്നെയാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ദുശ്ശീലം ഒഴിവാക്കുന്നത് തന്നെയാണ്. ജീവിത ശൈലിയാക്കാൻ പറ്റട്ടെ. അപ്പോൾ നമ്മുടെ സ്ഥിതികൾ ആദ്യത്തിനേക്കാളും മോശമായിട്ട് തീരില്ല. നന്നായതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ മോശമാകത്തുമില്ല. ഈശോ നമ്മളെ ഏറ്റവും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.